യുദ്ധഭൂമികളെ തന്നെ ഡ്രോൺ യുദ്ധങ്ങൾ അതിൻ്റെ ഒരു സ്ഥിതി തന്നെ മാറ്റിയിരിക്കും. ഇന്ത്യ ഈ കഴിഞ്ഞ നവംബറിൽ അണ്ടർ വാട്ടർ ഇന്ത്യയുടെ അണ്ടർ വാട്ടർ ഡ്രോൺ നമ്മൾ പുറത്തിറക്കി. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ടാങ്കുകൾ എങ്ങനെയാണോ, മിലിറ്ററി ടാങ്കുകൾ എങ്ങനെയാണോ യുദ്ധ ഭൂമികളെ മാറ്റിമറിച്ചത്, കടലിലൂടെയും ആകാശത്തിലൂടെയും സഞ്ചരിക്കാൻ പറ്റുന്ന ഡ്രോണുകൾ നിർമ്മിക്കാനായിട്ട് ഇന്ത്യ ഉദ്ദേശിക്കുകയാണ്. ഇത്തരത്തിൽ ഇവ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഈ ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉള്ള ചോദ്യത്തിന് തന്നെ കാര്യമില്ല. കാരണം കൈവശപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഇത് നിർമ്മിക്കാനും കൃത്യമായിട്ടൊരു ഡെഡ് ലൈനും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇന്ത്യ ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം, നമ്മളെല്ലാവരും ആകാശത്തിലൂടെ പോകുന്ന ഡ്രോണുകളെ, ആളില്ലാ വിമാനങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് യുദ്ധത്തിൻ്റെ ഒരു ഒരു യുദ്ധഭൂമികളെ തന്നെ ഡ്രോൺ യുദ്ധങ്ങൾ അതിൻ്റെ ഒരു സ്ഥിതി തന്നെ മാറ്റിയിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ടാങ്കുകൾ എങ്ങനെയാണോ, മിലിറ്ററി ടാങ്കുകൾ എങ്ങനെയാണോ യുദ്ധ ഭൂമികളെ മാറ്റിമറിച്ചത്, കാലാൾപ്പടകൾ എങ്ങനെ അപ്രസക്തമായി. ഒന്നാം ലോക മഹായുദ്ധത്തിലൊക്കെ ആൾക്കാരിങ്ങനെ ലക്ഷക്കണക്കിന് സൈനികരാണ് മാർച്ച് ചെയ്തു പോയി എതിർ രാജ്യത്തേക്ക് കയറി. അങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങളിൽ നിന്ന് മാറിയിട്ട് കവചിത വാഹനങ്ങളും പിന്നെ പീരങ്കികളും ടാങ്കുകളും ഒക്കെ എങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തെ മാറ്റിമറിച്ചത്. സാങ്കേതികതയുടെ ഒരു തുടക്കം, ഒരു സാങ്കേതിക വിപ്ലവത്തിൻ്റെ തുടക്കം. അതുപോലെ മറ്റൊരു സാങ്കേതിക വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു നമ്മൾ അസർബൈജാൻ അർമീനിയ യുദ്ധം, നൊഗോർണോ കറാബാക്ക് യുദ്ധം എന്ന് പറയുന്ന ആ യുദ്ധത്തിലാണ് ആദ്യമായിട്ട് ടാങ്കുകളെയൊക്കെ 150 ടാങ്കുകളെ, അർമീനിയയുടെ ടാങ്കുകളെ അസർബൈജാന്റെ ടർക്കിഷ് ഡ്രോണുകൾ അടിച്ച് തകർത്തിട്ട് ആ യുദ്ധത്തിന്റെ ഗതിവിഗതികൾ തന്നെ മാറ്റിക്കളഞ്ഞു. അതിന് ശേഷം പക്ഷെ അപ്പോൾ ആകാശത്തിലൂടെയുള്ള ഡ്രോണുകളെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഈ ഓപ്പറേഷൻ സിന്ദൂറിലും ഇന്ത്യയും പാകിസ്ഥാന്റെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു. ഇന്ത്യ വളരെ വിജയകരമായിട്ട് നമ്മുടെ കാമിക്കാസെ ഡ്രോണുകൾ, അതായത് അദാനി ഡിഫൻസിന്റെ ഹെർമീസ്, ഇന്ത്യയിൽ ദൃഷ്ടി 10 എന്ന പേരിട്ടിരിക്കുന്ന ഡ്രോണുകൾ, അതുപോലെ തന്നെ ടാറ്റ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഡ്രോണുകൾ, അതുപോലെ നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പ്രഡേറ്റർ ഡ്രോണുകളൊക്കെ. പക്ഷെ അണ്ടർ വാട്ടർ ഡ്രോണുകളെ കുറിച്ച് ഇതുവരെ നമ്മൾ അധികം കേട്ടിട്ടില്ല. ഇന്ത്യ ഈ കഴിഞ്ഞ നവംബറിൽ 2025 നവംബറിൽ ഇന്ത്യ അണ്ടർ വാട്ടർ ഇന്ത്യയുടെ അണ്ടർ വാട്ടർ ഡ്രോൺ നമ്മൾ പുറത്തിറക്കി. അത് DRDOയുടെ ടെക്നോളജി ഉപയോഗിച്ച് സാഗർ ഇൻഡസ്ട്രീസ് നിർമ്മിച്ച അണ്ടർ വാട്ടർ ഡ്രോൺ ആണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. അത് വളരെ വിജയകരമായിട്ട് ഇന്ത്യ നിർമ്മിച്ചെടുത്തതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ആകാശത്തിലും അതുപോലെ വെള്ളത്തിലും ഒരേപോലെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഡ്രോണാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു വലിയ അതിശയകരമായ ഒരു മുന്നേറ്റം യുക്രൈൻ നടത്തി. അതായത് റഷ്യയുടെ ഒരു അന്തർവാഹിനി, അത് പറയുന്നത് നോർത്ത് കൊറിയ, ഉത്തര കൊറിയ ഒരു ന്യൂക്ലിയർ അന്തർവാഹിനി നിർമ്മിക്കാനായിട്ട് റഷ്യയിൽ നിന്നും എൻജിൻ, അതായത് മിനി ആണവ റിയാക്ടറുകളാണ് ഈ ന്യൂക്ലിയർ സബ്മറൈനെ പവർ ചെയ്യുന്നത്, അതിന് ഊർജം കൊടുക്കുന്നത്. അങ്ങനെ ഒരു ആണവ റിയാക്ടറുമായിട്ട് റഷ്യയുടെ ഒരു അന്തർവാഹിനി റഷ്യയിൽ നിന്നും ഉത്തര കൊറിയയിലേക്ക് പോകുമ്പോൾ യുക്രൈൻ്റെ ഒരു അണ്ടർ വാട്ടർ ഡ്രോൺ വന്നിട്ട് ഈ അന്തർവാഹിനിയെ തകർത്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ആദ്യമായ അന്തർവാഹിനികൾ തകർത്ത ഒരു അണ്ടർ വാട്ടർ ഡ്രോൺ ആക്രമണമായിരുന്നു ഒരു 3-4 ദിവസത്തിന് മുമ്പ് നടന്നത്. അതായത് അതൊരു ദിശാസൂചിയാണ്. വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ലോകത്തിലെ നാവിക യുദ്ധങ്ങൾ വരാൻ പോകുന്നത്. ഇനി പടക്കപ്പലുകളും അന്തർവാഹിനികളും ഒക്കെ അപ്രസക്തമാവുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കിയിട്ട് പ്ലാൻ ചെയ്യുന്നത്, നമുക്ക് അണ്ടർ വാട്ടർ ഡ്രോണുകൾ നമ്മൾ തദ്ദേശീയമായ സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിച്ചു കഴിഞ്ഞു. പക്ഷെ അത് പോരാ, നമ്മൾ ഒരു പടി കൂടി കടന്നു ചിന്തിച്ചിരിക്കുകയാണ്. ഒരേ സമയം ആകാശത്ത് പോയി നിരീക്ഷണം നടത്താനും തിരിച്ച് കടലിലേക്കും ഒരു പക്ഷിയെ പോലെ കടലിലോട്ട് മുങ്ങിത്താഴ്ന്ന്, ഇപ്പോൾ ചില പക്ഷികളൊക്കെ ഇപ്പം നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഒരു പൊന്മാന്
ഒക്കെ നേരെ വന്ന് പിന്നെ വെള്ളത്തിലേക്ക് ഊളിയിട്ട് പോയിട്ട് ഒരു മത്സ്യത്തിനെ പിടിച്ച് വീണ്ടും തിരിച്ച് കയറുന്നു. അതേ ലാഘവത്തോടു കൂടി ആകാശത്തിലൂടെ പറന്ന് നിരീക്ഷണം നടത്തിയിട്ട് കടലിനടിയിലേക്ക് പോയി അവിടെ നിരീക്ഷണം നടത്തി അന്തർവാഹിനികളുണ്ടെങ്കിൽ അവയെ ആക്രമിച്ച് വീണ്ടും തിരിച്ച് വെള്ളത്തിന് മുകളിൽ വന്ന് മുകളിലോട്ട് കയറിപ്പാൻ പറ്റുന്ന ഒരു അണ്ടർ വാട്ടർ ഡ്രോൺ ഇന്ത്യ നിർമ്മിക്കാൻ തുടങ്ങിയാണ്. ചോദിച്ചോളൂ. ഇത് മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ഉണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യ ആയിരിക്കുമോ ആദ്യമായിട്ട് ഇത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്? അണ്ടർ വാട്ടർ ഡ്രോൺ ഇപ്പോൾ തന്നെ ഉണ്ട്. ഞാനതാണ് പറഞ്ഞത്. ഈ യുക്രൈനുണ്ട്. അതായത് വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ആളില്ല അന്തർവാഹിനി എന്ന് തന്നെ പറയാം, ഉണ്ട്. പക്ഷെ അതേസമയം അതിന് പറക്കാൻ പറ്റില്ല. അപ്പോൾ കടലിലും കരയിലും വെള്ളത്തിലും ഒരേ സമയം നീങ്ങാൻ കഴിയുന്ന ഡ്രോണുകൾ ഒരു രാജ്യത്തിൻ്റെയും കൈവശം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഗവേഷണം ചൈന നടത്തുന്നുണ്ടായിട്ട് വാർത്തകൾ ഉണ്ടായിരുന്നു അത്തരം ഡ്രോണുകൾ നിർമ്മിക്കാനായിട്ട്. ഓഫ് കോഴ്സ് US-ഉം റഷ്യയും ഒരുപക്ഷെ നടത്തുന്നുണ്ടാകാം. പക്ഷേ ആർക്കും അതിൽ വലിയ മുന്നേറ്റമില്ല. ഇന്ത്യയും അത് തന്നെയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും ആദ്യം നിർമ്മിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. ഈ 4 രാഷ്ട്രങ്ങൾക്കല്ലാതെ മറ്റു രാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ അത്തരം സംവിധാനങ്ങളില്ല. ഇതിലെ ഒരു 2-3 കാര്യങ്ങൾ പിന്നെ വെല്ലുവിളികളായിട്ട് പറയുന്നത്, ഇതിന് അനുയോജ്യമായ ഒരു പ്രൊപ്പല്ലന്റ്, അതായത് പിന്നെ ഒരു ഇന്ധനം, എന്ത് ഇന്ധനമാണ് ഇതിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു വിഷയമാണ്. ആ ഇന്ധനം എങ്ങനെ ഈ വാഹനവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും എന്നുള്ള വേറൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ വാഹനത്തിൻ്റെ ഡിസൈനിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനേക്കാൾ ഒക്കെ ഉപരി ഇതിൽ ബാറ്ററികൾ ഉണ്ടാവും. ഇത്രയും സമയം ഈ രീതിയിൽ 2 രീതിയിൽ പ്രവർത്തിക്കുന്ന ബാറ്ററികളും വളരെ അപൂർവമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാങ്കേതിക വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഡ്രോൺ സാധ്യമായാൽ അതൊരു വലിയ സംഭവമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പം ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഒരു അന്തർവാഹിനികളോട് അനുബന്ധിച്ച് പ്രവർത്തിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. അതായത് നമ്മുടെ ഈ വരാനിരിക്കുന്ന S5 എന്ന് പറയുന്ന അന്തർവാഹിനികൾ 13,000-ലധികം ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള, ഏതാണ്ട് 14,000-ഓളം ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള അന്തർവാഹിനികളിൽ മിസൈലുകൾ അല്ലാതെ ഇത്തരം ഡ്രോണുകളും ഉണ്ടാകും. ഈ ഡ്രോണുകൾ എപ്പോഴും ഈ അന്തർവാഹിനിയുടെ മുൻപേ പോയിട്ട് അവിടെ പരിസരം നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ ഇത് പറന്നുയർന്ന് മറ്റെന്തെങ്കിലും ഭീഷണികൾ, അതായത് ഇപ്പോൾ അന്തർവാഹിനികളെ ലൊക്കേറ്റ് ചെയ്യുന്ന വിമാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ കൈവശമുള്ള P-8 പൊസൈഡൺ ആൻറ്റി സബ്മറൈൻ വാർഫെയർ എയർക്രാഫ്റ്റ് എന്ന് പറയും. അത് മിസൈൽ അയച്ചിട്ടാണ്, സോണാർ ഉപയോഗിച്ചിട്ട് അന്തർവാഹിനികളെ ലൊക്കേറ്റ് ചെയ്യുന്നു, റഡാർ ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ അന്തർവാഹിനികൾക്ക് നേരെ പിന്നെ മിസൈൽ അയച്ച് അവയെ തകർക്കുന്നു. അപ്പോൾ അത്തരം ഏതെങ്കിലും വിമാനങ്ങളോ ആകാശത്തൂടി പറക്കുന്ന ഡ്രോണുകളോ ആ പ്രദേശത്തെങ്ങാനും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും തിരിച്ച് വെള്ളത്തിലോട്ട് വന്ന് ഈ അന്തർവാഹിനിയുമായിട്ട് ബന്ധപ്പെടുകയും. പിന്നെ ഇതിൻ്റെ മറ്റൊരു വെല്ലുവിളിയും കൂടെ ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ വെള്ളത്തിലൂടെ ഈ ഡുവൽ വേ കമ്മ്യൂണിക്കേഷൻ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വെള്ളത്തിൻ്റെ ഒരു സാന്ദ്രത കാരണം കമ്മ്യൂണിക്കേഷൻ അധിക ദൂരം റേഡിയോ തരംഗങ്ങൾക്കൊക്കെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയവും ഇത്തരം ഒരു ഡ്രോൺ വികസിപ്പിക്കുന്നതിൽ വെല്ലുവിളിയാണ്. അതായത് പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം പറയുമ്പോൾ, ഇത് വരും കാലങ്ങളിൽ ഈ ഇത്തരം ഡ്രോണുകൾ ഒരുപക്ഷെ അന്തർവാഹിനികളെ തന്നെ അങ്ങ് ഇല്ലാതാക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അന്തർവാഹിനികൾക്ക് ഇനി പ്രസക്തിയില്ല. ഇപ്പോൾ നമ്മൾ വിടുന്നത് വെറും ചെറിയ അന്തർവാഹിനി, ഇപ്പോൾ ഒരു ടോർപെഡോയുടെ അത്രയൊക്കെ മാത്രം നീളമുള്ള, ഒരു 10 മീറ്ററൊക്കെ നീളം വരുന്ന ഒരു അണ്ടർ വാട്ടർ ഡ്രോൺ ആയിരിക്കും ഇത് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. പക്ഷേ വരും കാലങ്ങളിൽ ഒരു അന്തർവാഹിനിയോളം വലിപ്പമുള്ള, അതായത് മിസൈലുകൾ, ഒരുപക്ഷെ ക്രൂയിസ് മിസൈലുകളോ ഇനിയും ഭാവിയിൽ ബലിസ്റ്റിക് മിസൈലുകളോ തന്നെ വഹിക്കുന്ന SSBN എന്ന് പറയുന്ന ഷിപ്പ് സബ്മേഴ്സിബിൾ ബലിസ്റ്റിക് ന്യൂക്ലിയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട അൺമാൻഡ് സബ്മറൈൻസ് ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് ഇന്ത്യ വിജയകരമായിട്ട് ഒരു അൺമാൻഡ് വാർഷിപ്പ് നിർമ്മിച്ചിരുന്നു. നമ്മൾ അധികം ശ്രദ്ധിച്ചിരുന്നില്ല, ഒരുപക്ഷെ അവർ വലിയ പബ്ലിസിറ്റി കൊടുത്തിരുന്നില്ല. ആ അൺമാൻഡ് ഷിപ്പ്, അതായത് ആളില്ലാ കപ്പൽ, യുദ്ധക്കപ്പൽ, എനിക്ക് തോന്നുന്നത് ഗുജറാത്തിൻ്റെ തീരത്ത് നിന്നും അത് സഞ്ചരിച്ച് കന്യാകുമാരി ചുറ്റിക്കറങ്ങി അത് വിശാഖപട്ടണത്ത് ഇന്ത്യയുടെ കിഴക്കൻ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനത്ത് എത്തിച്ചേർന്നു വിജയകരമായിട്ട്. അത്
ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ചും കരയിൽ നിന്നുള്ള കമാൻഡ് സ്വീകരിച്ചും കമാൻഡ് സെൻറ്ററിലോട്ട് നിരന്തരം വീഡിയോകൾ അയച്ചും എങ്ങനെയാണോ ഒരു ഡ്രോൺ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയ ഒരു കപ്പലായിരുന്നു അത്. ചെറിയ കപ്പൽ, ഒരുപക്ഷെ ബോട്ടിനേക്കാൾ ചെറുതായിരിക്കാം. അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്നും ഞാൻ പത്രങ്ങളിൽ വായിച്ചിട്ടില്ല. അതായത് വരും ദിവസങ്ങളിലൊക്കെ ഈ യുദ്ധക്കപ്പലുകൾ, മനുഷ്യൻ നാവിക ഉൾപ്പെടുന്ന യുദ്ധക്കപ്പലുകളും അതുപോലെ അന്തർവാഹിനികളും ഒക്കെ തന്നെ അതെല്ലാം തന്നെ അപ്രസക്തമാകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം ഇന്ത്യ എന്തായാലും ശരി, ഇന്ത്യക്ക് സ്വന്തമായിട്ട് അൺമാൻഡ് ഷിപ്പും അണ്ടർ വാട്ടർ ഡ്രോണും ഇപ്പോൾ തന്നെയുണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആകാശത്തും കടലിലും ഒരുപോലെ ഊളിയിട്ട് പറന്നു നടക്കാനും ശേഷിയുള്ള ഒരു ഡ്രോൺ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഇത്. ഞാൻ വാർത്തകൾ അനുസരിച്ചിട്ട് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും അതുപോലെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി, അത് DRDOയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളോട് ചേർന്നിട്ടുള്ള ഒരു കൊലാബറേറ്റീവ് പ്രോഗ്രാമായിട്ടാണ് ഇപ്പോൾ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 2 വർഷത്തിനുള്ളിൽ ഇത് കമ്മീഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.